ഹലോ ഗൈസ്, അപ്പോൾ കഴിഞ്ഞ വർഷം അതായത് 2023 ഡിസംബറിൽ ഞാൻ പോയ കുഞ്ഞ് ട്രിപ്പിന്റെ വ്ളോഗാണ് ഇപ്പോൾ ഈ വരുന്നത്. മാൽഡീവ്സിലേക്കായിരുന്നു യാത്ര. വർക്കായിരുന്നു, ഇവന്റ് ആയിട്ട് ഒരു 12 ദിവസം ഉണ്ടായിരുന്നു. നമ്മൾ മെല്ലെ കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് ഇൻഡിഗോന്റെ ഫ്ലൈറ്റ് എടുത്തു. നമ്മൾ 3 ആർട്ടിസ്റ്റുകൾ ഉണ്ടായിരുന്നു. നമ്മൾ മെല്ലെ ഒന്ന് ഉറങ്ങി എണീക്കുന്നേക്കും അവിടെ എത്തും. 1.5 മണിക്കൂറുള്ളൂ. പക്ഷെ ആ 1.5 മണിക്കൂറിൽ ലാസ്റ്റത്തെ ഒരു അരമണിക്കൂർ ഇറ്റ്സ് ലൈക്ക് നമുക്കൊക്കെ തരുന്ന ഒരു വിഷ്വൽ ട്രീറ്റ് ആണ് മാൽഡീവ്സ്. കാരണം മാൽഡീവ്സിന്റെ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് അടുക്കുംതോറും, ഓക്കെ, മാലി എയർപോർട്ടിലേക്ക് അടുക്കുംതോറും നമുക്ക് കിട്ടുന്ന വ്യൂ എന്ന് പറയുന്നതാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. അത് ഒരു ഗംഭീര വ്യൂ തന്നെയാണ്. ഞാൻ 7-8 രാജ്യങ്ങളാണ് ഞാൻ വിസിറ്റ് ചെയ്തിട്ടുള്ളൂ. പക്ഷെ അതിലും വെച്ചിട്ട് ഏറ്റവും നല്ല ലാൻഡിങ്ങും ടേക്ക് ഓഫും ഞാൻ കണ്ടിട്ടുള്ളത് മാൽഡീവ്സിലാണ്. അതിൽ ഒരു സംശയമില്ല. അതിഗംഭീരമായൊരു സ്ഥലം. നമുക്ക് ഒരു ട്രാൻസിഷൻ ഇപ്പൊ കണ്ടോ, നമുക്ക് ആ ശരിക്കും ആ ഒരു മാൽഡീവ്സിൽ നിന്ന്, അതായത് ആ കരയിലേക്ക് അടുക്കുമ്പോൾ ഉള്ള ട്രാൻസിഷൻ തന്നെ അതിമനോഹരമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. പിന്നെ നമുക്ക് ഏറ്റവും ചീപ്പായിട്ട് പോകാൻ പറ്റുന്നത് ഇൻഡിഗോന്റെ ഫ്ലൈറ്റ് ആണ്. നമ്മൾ ഇതാണ് മാലി എയർപോർട്ട്. നമ്മളെ എയർപോർട്ടിൽ നമ്മൾ നല്ല സ്മൂത്ത് ആയിരുന്നു അന്ന്. പക്ഷെ നല്ല മഴയുണ്ടായിരുന്നു ആ സമയത്ത്. എന്നാലും ലാൻഡിങ് എല്ലാം സ്മൂത്ത് ആയിരുന്നു. നമ്മൾ ലാൻഡ് ചെയ്യുമ്പോൾ നമ്മുടെ മേജർ എയർക്രാഫ്റ്റ്സ്, അതായത് മേജർ ഫ്ലയേഴ്സ് ആയിട്ടുള്ള എമിറേറ്റ്സും ഖത്തർ എയർവേസും എല്ലാം, അവിടേക്ക് എല്ലാവർക്കും സർവീസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ചെറിയ ഫ്ലൈറ്റ്സ് മാത്രമല്ല, എല്ലാ വലിയ വലിയ ഫ്ലൈറ്റ്സുകളും നമുക്ക് അവിടേക്ക് സർവീസ് ഉണ്ട്. പക്ഷെ കൊച്ചി എയർപോർട്ടാണ്. നമുക്ക് നമ്മുടെ കൊച്ചി എയർപോർട്ടിന്റെ ഒരു ഡൊമസ്റ്റിക് ടെർമിനലിന്റെ അത്രയും പോലും വലുപ്പമില്ല ശരിക്കും പറഞ്ഞാൽ മാലി എയർപോർട്ട്. പക്ഷെ എല്ലാം വളരെ ഓർഗനൈസ്ഡ് ആയിരുന്നു. നമുക്ക് യാതൊരു രീതിയിലുള്ള ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ 10 ദിവസം ഉള്ളത് കൊണ്ട്, ഞങ്ങൾ ആർട്ടിസ്റ്റുകളായതുകൊണ്ട് ഞങ്ങൾക്ക് ബിസിനസ് വിസയിലായിരുന്നു ഞങ്ങൾക്ക് അവിടേക്കുള്ള എൻട്രി. അപ്പൊ അതുകൊണ്ട് തന്നെ സാധാരണ ആളുകളെ പോലെ ക്യൂ നിന്ന് ഞങ്ങൾക്ക് കുറച്ചധികം ബുദ്ധിമുട്ടേണ്ടി വന്നില്ല. ഓൾറെഡി വിസ ഇഷ്യൂഡ് ആയിരുന്നു. അവിടെ നിന്ന് നമ്മളെ ഡൊമസ്റ്റിക് ടെർമിനൽ പോലെ ഈ ഒരു സീപ്ലെയിൻ ടെർമിനലിലേക്ക് നമ്മൾ കൊണ്ടുപോകും ബസ്സിൽ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ടിക്കറ്റ് ഒക്കെ എടുത്ത് ഈ സീപ്ലെയിൻ ടെർമിനൽ ഇതുപോലെ തന്നെ നമുക്ക് ടൈമിംഗ് തരും. ആ ടൈമിംഗ് വരെ നമുക്ക് ലോഞ്ചിൽ വെയിറ്റ് ചെയ്യാം. ലോഞ്ചിൽ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് അവർക്ക് ഫുഡും കാര്യങ്ങളൊക്കെ തരും. നമ്മുടെ സീപ്ലെയിൻ റെഡി ആയി നമ്മൾ പോകുന്ന നോക്കു മാൾഡീവ്സ് എന്നുള്ള റിസോർട്ടിലേക്കാണ്. 12 ദിവസം ഇനി അവിടെ ആയിരിക്കും. അവിടേക്കും അതിന്റെ ചുറ്റുവട്ടത്തുമുള്ള റിസോർട്ടുകളിലേക്കുമുള്ള ആ, യാത്രക്കാരും പാസഞ്ചേഴ്സും ടൂറിസ്റ്റുകളും എല്ലാം ഈ ഒരു സീപ്ലെയിനിൽ ഉണ്ടാവും. ഈ സീപ്ലെയിൻ അനുഭവം എൻ്റെ ജീവിതത്തിൽ ആദ്യമായിരുന്നു. തുടക്കം ഒരു ചെറിയ പേടിയൊക്കെ ഉണ്ടായിരുന്നു, കാരണം ഇത് എങ്ങനെയാണെന്നറിയില്ല. കുഞ്ഞൊരു ഫ്ലൈറ്റ് ആണ്. അപ്പോ ഇതില് നമുക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റില്ല, കാരണം തലമുട്ടും. പക്ഷെ അതൊരു ഗംഭീര അനുഭവമായിരുന്നു. ഞാൻ പറഞ്ഞ പോലെ തന്നെ അത് നമുക്ക് റൺവേ എന്ന് പറയുന്നത് തന്നെ വെള്ളമാണ്. അപ്പൊ വെള്ളത്തിൽ കൂടെ കുറച്ച് നേരം ഇങ്ങട് നീങ്ങി 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 അത് മെല്ലെ ആകാശത്തേക്ക് പറന്നു വരുന്ന അതിഗംഭീരമായിട്ടുള്ള ഒരു ഒരു എക്സ്പീരിയൻസ് എനിക്ക് തോന്നുന്നു. നമുക്ക് ഇവിടെയൊക്കെ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിലൊക്കെ അത് കിട്ടുക എന്ന് പറയുന്നത് വളരെ ചുരുക്കം അനുഭവങ്ങളായിരിക്കും. അത് മാത്രമല്ല, നമ്മൾ അതിൽ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ചുറ്റും, അതിന്റെ ചുറ്റും കാണുന്ന മനോഹരമായിട്ടുള്ള കാഴ്ചകൾ എന്നുള്ളത്. പിന്നെ എന്നെ സംബന്ധിച്ചൊരു കോക്പിറ്റ് ഇത്ര അടുത്ത് കാണുന്നത് ആദ്യമായിട്ടായിരുന്നു. അപ്പൊ ആ കോക്പിറ്റ് കണ്ടതിന്റെ ഒരു സന്തോഷം കണ്ടോ. ഇതിന്റെ ചുറ്റും നമുക്ക് കാണാൻ കിട്ടുന്ന വളരെ ക്ലിയർ ആണ്. അതായത് നല്ല ഭംഗിയുള്ള ഒരു ഒരു ചുറ്റുവട്ടം നമുക്ക് കാണാൻ പറ്റുന്നു. അപ്പൊ അതൊരു എന്താ പറയാ, നമുക്കൊരു മടുപ്പ് തോന്നിക്കാത്ത രീതിയിൽ നമ്മൾ നോർമലി ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്ന ലാൻഡ് ചെയ്യുമ്പോഴും കാണുന്ന ഒരു ചുറ്റുവട്ടമോ അല്ലെങ്കിൽ കാഴ്ചകളോ ആയിരുന്നില്ല. നല്ല ഗംഭീരമായിട്ടുള്ള കാഴ്ചകളായിരുന്നു. പക്ഷെ ഈ ഒരു കാഴ്ചകൾ കഴിഞ്ഞ് കുറച്ചങ്ങോട്ട് നീങ്ങുമ്പോൾ നമുക്ക് പിന്നെ കാണാൻ പറ്റുന്ന മുഴുവൻ നീലക്കടൽ മാത്രമാണ്. നീലയും പച്ചയും കലർന്ന കടലിന്റെ ഒരു എന്താ പറയാ, വളരെ ക്ലിയർ ആയിട്ടുള്ള കടൽ മാത്രം കാണുന്ന ഒരു കാഴ്ചയായിരുന്നു അത്. നമുക്ക്, എനിക്ക് തോന്നുന്നു, ജീവിതത്തിൽ നമുക്ക് വളരെ ചുരുക്കം സ്ഥലങ്ങളിൽ അനുഭവപ്പെടാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു നമുക്ക് ലൈഫ് ടൈമിൽ എപ്പോഴെങ്കിലും ഒക്കെ നിങ്ങൾക്ക് അവസരം കിട്ടുകയാണെങ്കിൽ മാൽഡീവ്സ് എന്തായാലും ഒരു ബക്കറ്റ് ലിസ്റ്റിൽ മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ്. പക്ഷെ അധികം നാൾ പോകരുത് എന്നുള്ളതാണ് എൻ്റെ ഒരു സജഷൻ. മാക്സിമം ഒരു 2 or 3 days, അല്ലെങ്കിൽ നമുക്ക് ബോറടിക്കും. ബിക്കോസ് അവിടെ 2-3 ദിവസത്തേക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അത് കാണാനുള്ളതുള്ളത് കഴിഞ്ഞ് നമുക്ക് ബോറടി ആയിരിക്കും. ബിക്കോസ് ഞങ്ങൾ ഒരു 12 ദിവസം അവിടെ നിന്നതിന്റെ അനുഭവം കൊണ്ടാണ് ഞാൻ പറയുന്നത്. നമുക്ക് മാക്സിമം ഒരു 2-3 ദിവസത്തേക്ക് നിങ്ങൾ പ്ലാൻ ചെയ്യുക. അതുപോലെ തന്നെ ഒരിക്കലും ബാച്ചിലേഴ്സ് പോകരുത്. ബാച്ചിലേഴ്സിന്റെ ഒരു ലൊക്കേഷൻ അല്ല. ഓഫ് കോഴ്സ് ഇതൊരു ഹണിമൂൺ സ്പോട്ടാണ്. ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ടുള്ളവർക്കോ അല്ലെങ്കിൽ ആനിവേഴ്സറിയോ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഒരു 2-3 ദിവസം പോയി വളരെ കാം ക്വൈറ്റ് പീസ്ഫുൾ ആയിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം. അങ്ങനെ മെല്ലെ 1.5 മണിക്കൂർ നമ്മൾ ഫ്ലൈ ചെയ്തതിനു ശേഷം വെള്ളത്തിലേക്ക് വീണ്ടും തന്നെ വെള്ളത്തിലേക്ക് തന്നെ നമ്മൾ പ്ലെയിൻ ഇറങ്ങി. ഇറങ്ങി കഴിഞ്ഞ് കുറച്ചു നേരം അവർ ആ ഒരു പ്ലാറ്റ്ഫോം ഒക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ടാണ് നമ്മുടെ ഈ പറയുന്ന
റിസോർട്ടിന്റെ റിസപ്ഷൻ ലോഞ്ച് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ സീപ്ലെയിന്റെ ലോഞ്ചാണ്. ആ ലോഞ്ചിലേക്ക് അവർ അടുപ്പിക്കും. അവിടെ നിന്ന് ഒരു ബോട്ടിൽ കയറിയിട്ട് വേണം നമ്മൾ ഇവരുടെ റിസപ്ഷനിലേക്ക് പോകാം. അപ്പൊ ഇപ്പൊ നമ്മളിപ്പോ കാണുന്നത് റിസപ്ഷൻ ആണ് ആ ഹോട്ടലിന്റെ, ആ റിസോർട്ടിന്റെ. പക്ഷെ അതിലേക്ക് വരുന്നത് ബോട്ടിലാണ്. ഒരിക്കലും നമുക്ക് ഈ പറയുന്ന സീപ്ലെയിൻ ഈ പറയുന്ന റിസോർട്ടിന്റെ ഭയങ്കര അടുത്തേക്ക് വരില്ലായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് അവരെ കയറിയപ്പോൾ ഒരു വെൽക്കം ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവരുടേതായിട്ടുള്ള മാൽഡീവ്സുകാരുടെ തന്നെ ഒരു ഒരു ട്രഡീഷണൽ ആർട്ട് ഫോം ആണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇതിനെ നമ്മൾ ബുർമാഡു എന്ന് പറയുന്ന ആർട്ട് ഫോം ആണ്. അവിടുത്തെ ആണുങ്ങളാണ് ഇത് പെർഫോം ചെയ്യുന്നത്. ഇതവിടെ ഒരുവിധം എല്ലാ ഫെസ്റ്റുകൾക്കും എല്ലാ റിസോർട്ടുകളിലും ഇതിന് മാത്രമായിട്ട് ആർട്ടിസ്റ്റുകൾ ഉണ്ടായിരിക്കും. അവര് നൈറ്റോ അല്ലെങ്കിൽ ഡേ ടൈമോ നമുക്ക് റിസോർട്ടിന്റെ താല്പര്യപ്രകാരം അവർ വരുന്നു, പെർഫോം ചെയ്യുന്നു, അവർ തിരിച്ചു പോകുന്നു. ഇതാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ റൂമിലേക്ക് ചെക്ക് ഇൻ ചെയ്തു. പിറ്റേ ദിവസം കാലത്ത് ഞങ്ങൾ അതിന്റെ ചുറ്റുവട്ടത്ത് എടുത്ത കുറച്ച് ഫോട്ടോസും വീഡിയോസുമാണ് നിങ്ങൾ കാണുന്നത്. ആസ് യു ക്യാൻ സീ, വളരെ ക്രിസ്റ്റൽ ക്ലിയർ അല്ലെങ്കിൽ നമുക്ക് പ്രകൃതി ഭംഗിയേക്കാൾ ഉപരി, വൃത്തിയേക്കാളൊക്കെ ഉപരി ഞാൻ ഈ പറയുന്ന 10-12 ദിവസം ഞാൻ അനുഭവിച്ച ഒരു കാര്യമെന്ന് പറയുന്നത് വളരെ സമാധാനപരമായിട്ടുള്ള സ്ഥലം. ഒരു എന്താ പറയാ, പീസ്ഫുൾ ആയിട്ട് ഒച്ചയോ ഓളിയോ ബഹളോ പൊല്യൂഷനോ അങ്ങനെ ഒരു ശല്യമില്ല. നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുസ്തകമൊക്കെ വായിച്ച് ഒരു 10 ദിവസം മെഡിറ്റേഷൻ ധ്യാനത്തിനൊക്കെ പോയിരിക്കാൻ പറ്റിയൊരു സ്ഥലം. ഇതായിരുന്നു എൻ്റെ ഏറ്റവും ഫേവറേറ്റ് സ്ഥലം. ഞാൻ എൻ്റെ കോഫി പോയിന്റ് ആണിത്. ഞാനൊരു കപ്പ് കോഫി എടുത്ത് എപ്പോഴും വന്നിരിക്കുന്ന കുറച്ച് സ്ഥലങ്ങളാണിത്. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത നിങ്ങൾക്കറിയാം, എവിടേക്ക് ക്യാമറ തിരിച്ചാലും നമുക്ക് ഫോട്ടോയോ വീഡിയോ എടുക്കാതെ പോകാൻ പറ്റില്ല. അത്രയും ഗംഭീരമാണ് ഈ സ്ഥലം. കാരണം ഏത് ഫ്രെയിമിലേക്ക് തിരിച്ചാലും അതിഗംഭീരമായിട്ടുള്ള ഫ്രെയിമുകൾ, ലൈറ്റ് പക്ക, അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ അടിപൊളിയാണ്. നൈറ്റ് നമുക്ക് ഇതുപോലെ ഫിഷ് വാച്ചിങ്, നമുക്ക് മീനുകൾ അടുത്ത് വരും. വലിയ അത്യാവശ്യം വലുപ്പമുള്ള സ്രാവുകളടക്കം നമുക്ക് അടുത്ത് വന്ന് നമുക്ക് അതിനെ ഫീഡ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടും. പക്ഷേ ഈ അടുത്ത് അവരധികം അത് കണ്ടോ, അവർ ചെറിയൊരു സ്രാവ് കുട്ടീനെ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ ഇപ്പൊ അതവർ മെല്ലെ നിർത്തി. കാരണം ചെറിയൊരു അപകടം ആ റിസോർട്ടിൽ ഉണ്ടായതിന് പിന്നാലെ ഈ ഫിഷ് ഫീഡിങ് അവരധികം അങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്നില്ല. പിറ്റേ ദിവസത്തെ സൺറൈസ് അതിഗംഭീരമായിരുന്നു. നമുക്ക് കുറച്ച് നേരത്തെ എഴുന്നേക്കാൻ പറ്റുകയാണെങ്കിൽ നല്ല സൺറൈസ്, കാം ആൻഡ് ക്വൈറ്റ് ആയിട്ട് ഒരു കപ്പ് കോഫിയോ ടീയോ ഒക്കെ എടുത്ത് നമുക്ക് ഈ പറയുന്ന ലോഞ്ചിലോ അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന ബോട്ട് ചുറ്റിയിലോ വന്നിരുന്ന ഗംഭീരമായിട്ട് നമുക്ക് ആ ഒരു വ്യൂ കാണാൻ പറ്റുന്നൊരു സിറ്റുവേഷൻ ആണ്. ആൻഡ് ഓൾ ടുഗെദർ ഞാൻ പറഞ്ഞില്ലേ, ഒരു 12 ദിവസം നമുക്ക് കൂടുതലാണെങ്കിലും പക്ഷെ ചിലർക്ക്, അതായത് ആ മൈൻഡ് സെറ്റ് അനുസരിച്ച് 12 ദിവസം എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗംഭീര സ്ഥലം. പിന്നെ ഇതിന്റെ കോസ്റ്റ് ആൻഡ് എക്സ്പെൻസ് ഓഫ് കോഴ്സ് ഞാൻ ഇവന്റിന് പോയത് കൊണ്ട് തന്നെ ഇത് ഞാനുമായിട്ട് ഒരു ബന്ധവുമില്ല. കാരണം അവരാണ് ഫുള്ളി സ്പോൺസേർഡ് ആയിരുന്നു. ആൻഡ് എനിക്കവിടെ ക്രിസ്മസ് ഇവന്റ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ന്യൂ ഇയറിനും ഇവന്റ് ഉണ്ടായിരുന്നു. ബാക്കി 8-9 ദിവസം ഞാൻ ഫ്രീ ആയിട്ട് അവിടെ ഫുഡ് അടിച്ച് വെറുതെ നടക്കായിരുന്നു. പിന്നെ ആ റിസോർട്ട് കുറെ എക്സ്പ്ലോർ ചെയ്തു, കുറെ വാട്ടർ സ്പോർട്സ് ആക്ടിവിറ്റി ചെയ്തു. പക്ഷെ അതിൻ്റെ ഒന്നും കുറേതിൻ്റെയൊന്നും വീഡിയോസ് എനിക്ക് എടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഉള്ള കുറച്ച് വീഡിയോസ്, ഇതാണ് ഞങ്ങൾ താമസിക്കുന്ന എൻ്റെ റൂമിന്റെ അടുത്തുള്ള ഒരു ബാക്ക് ലൈറ്റ് വ്യൂ. നമുക്ക് എപ്പോൾ വേണേലും ഇറങ്ങാം. അവർ പ്രിഫർ ചെയ്യുന്നത് ഡേ ടൈം ഇറങ്ങാം എന്നുള്ളതാണ്. ഈവനിങ് ഒരു 7 ശേഷം സെക്യൂരിറ്റീസും ആളുകളുടെ ഒക്കെ കുറവായിരിക്കും. പക്ഷെ സേഫ് ആണ്. വേറെ പുറത്തുനിന്ന് ആരും കയറി വരലോ ബഹളം വെക്കലോ കാര്യങ്ങളോ ഉണ്ടാവില്ല. പക്ഷെ അവർ പ്രിഫർ ചെയ്യുന്നത് നോർമലി നിങ്ങൾ ഡേ ടൈമിൽ ഇറങ്ങും എന്നുള്ളത്. മെഡിറ്റേഷൻ പോയിന്റ് ആണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത്. ഇവിടെയാണ് സൺറൈസിനും സൺസെറ്റിനും അവിടെ യോഗ ക്ലാസ്സുകൾ നടക്കുന്ന ഒരു സ്ഥലമാണ്. ആ ഒരു വട്ടത്തിലുള്ള ആ ഇരിപ്പിടം അത് ഭയങ്കര, ഞാൻ കുറെ ഫോട്ടോസ് എടുത്തിരുന്നു ആ ഒരു ഇരിപ്പിടത്തിൽ. കാരണം നല്ല വളരെ കാം ആൻഡ് ക്വൈറ്റ് ആയിട്ട് നല്ല ചെറിയൊരു തണുത്ത കാറ്റും ഒക്കെ ആയിട്ട് നമുക്ക് ഭംഗിയായിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റുന്ന ഏറ്റവും ഗംഭീരമായിട്ടൊരു സ്ഥലം. അങ്ങനെ ഒരു 12 ദിവസത്തെ നമ്മുടെ അവിടുത്തെ സ്റ്റേക്കൊക്കെ ശേഷം ഞാൻ തിരിച്ച് വീണ്ടും കൊച്ചിയിലേക്ക് യാത്ര തിരിച്ചു. ഒരുപാട് അനുഭവങ്ങളും ഒരുപാട് നല്ല ഓർമ്മകളുമായിട്ടാണ് മാൽഡീവ്സ് ഞങ്ങളെ യാത്രയാക്കിയത്. ഞങ്ങൾ 3 ആർട്ടിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മറക്കാനാവാത്ത ഒരു 12 ദിവസമായിരുന്നു. കുറച്ച് ബോറടിയും കാര്യങ്ങളൊക്കെ ഇടയിൽ ഉണ്ടായെങ്കിൽ പോലും ഞങ്ങൾ വർക്ക് ചെയ്ത ദിവസങ്ങൾ ഞങ്ങൾക്ക് കൂടുതൽ സുഹൃത്തുക്കളെ കിട്ടി. അവിടെ വർക്ക് ചെയ്ത ഒരുപാട് മലയാളികൾ, പിന്നെ നമുക്ക് അവിടെ സ്പോൺസർ ആയിട്ടുണ്ടായിരുന്ന, സ്പോൺസർ എന്ന് പറയുന്നത് ഞങ്ങളുടെ മെയിൻ ആൾ ബേസിൽ